ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയല്ല, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയെക്കുറിച്ചിട്ടാണ്. ഹൊറർ സ്റ്റോറി കേൾക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു വ്യൂവിൽ, അതായത് ഞാൻ തൃശ്ശൂർ വരുന്നതിന് മുന്നേ, തൃശ്ശൂർ കാണുന്നതിന് മുന്നേ ഞാൻ കണ്ട ഒരു തൃശ്ശൂരുണ്ട്. അതായത് ഒരുപാട് ഞാൻ പണ്ട് കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്, ഒരുപാട് മനകളും പിന്നെ കുറേ പണ്ടത്തെ കുറേ വിശ്വാസങ്ങളും ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂരിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളെപ്പോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരും കണ്ടത്. പക്ഷേ മന അങ്ങനത്തെ സംഭവം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അടുത്തായിട്ട്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് പോകണം, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തല്ല, ആളുടെ തറവാട് വീടൊക്കെ ഉള്ള അവിടെ ആ തറവാടിൻ്റെ അടുത്തായിട്ട് നടന്ന ഒരു സ്റ്റോറിയാണ്, ട്രൂ സ്റ്റോറിയാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഒരു പേര് കേട്ട ഒരു മന ഉണ്ടായിരുന്നു, മന. അപ്പോൾ ഈ മനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനയുടെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ ഒരു ആത്മാവുണ്ടായിരുന്നു. അതായത് ആലും മാവും ചേർന്ന ഒരു മരം, ഒരു ആൽത്തറ അല്ലേ, ആൽത്തറ പോലെ കിടക്കുന്ന ഒരു ആത്മാവ്. ഈ ആത്മാവിന് ചുറ്റും ഇങ്ങനെ ആൽത്തറ കിട്ടി അവിടെ ഒരുപാട് ആൾക്കാരാണ് വന്ന് കിടക്കുന്നത്. ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെയൊക്കെ അവിടെ പോയി കിടക്കാറുണ്ടായിരുന്നു. ചില ഉച്ചകളിലൊക്കെ അവിടെ പോകും. കാരണം ഈ മനയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ആത്മാവിൻ്റെ മരം. പിന്നെ വലിയ പറമ്പാണ് കേട്ടോ. അപ്പോൾ ചർച്ചിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഈ പറമ്പ് വഴി ഷോർട്ട് കട്ടാണ്, ഇല്ലെങ്കിൽ അവർക്ക് ഷോർട്ട് കട്ടിലൂടെ പോകുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർ ചർച്ചിലെത്താൻ പറ്റും. അപ്പം ഈ മനയുടെ അതുവഴി ആരും പോകാറില്ല. കാരണം ഈ മനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അവിടുത്തെ നാട്ടുകാർക്കുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് കഥയാണിത്. അപ്പോൾ ഒരിടത്ത് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആൻറ്റി ഒരു ഫാമിലി ഇങ്ങനെ താമസിച്ചിരുന്നു. അപ്പോൾ അവരിങ്ങനെ ക്രിസ്ത്യാനികളാണ്, അവർക്ക് ഭയങ്കര വിശ്വാസമാണ് പള്ളിയിൽ പോകുന്നതൊക്കെ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ക്ലോക്കുകൾ ഒന്നും എല്ലാവരുടെ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു, ഇപ്പോൾ ക്ലോക്ക്, ഫോണ്. അപ്പോൾ അവരുടെ ഒരു ഊഹാപോഹത്തിലുള്ള ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇത്ര സമയമാവും, നേരം വെളുക്കുന്നതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര ടൈം ആവും എന്നൊക്കെ വിചാരിച്ചാണ് അവർ രാവിലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ രാവിലെ പള്ളി പോകുന്ന സമയമായി എന്ന് വിചാരിച്ചിട്ട് രാവിലെ പള്ളി പോകുന്ന സമയമായി എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ എണീറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവരുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരിങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങാണ്. ഇവർക്ക് ഈ പറയുന്ന മനയുടെ അതിരെ വഴിയാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒക്കെ. പക്ഷേ ഈ മനയുടെ ഭാഗമായിട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ നടന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ ഒരു വഴി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിങ്ങനെ ഈ വഴിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവർക്കൊരു ആശ്വാസമായി. കാരണം തൊട്ട് മുന്നിലായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഈ ആൻറ്റിക്ക് ഒരു ആശ്വാസമായി. ഈ ആൻറ്റി നടക്കാൻ തുടങ്ങി. ഈ ആൻറ്റി നടക്കുമ്പോഴും ആ ഫ്രണ്ടിൽ പോകുന്ന ആ സ്ത്രീ ഭയങ്കര സ്പീഡിൽ പോകും. ഈ ആൻറ്റി എത്തും, കുറേ സ്പീഡിൽ ആ സ്ത്രീ പോകും. ഈ ആൻറ്റി എത്താൻ നോക്കും, കുറേ സ്പീഡിൽ ആ സ്ത്രീ പോകും. അങ്ങനെയായിരുന്നു ഇവരുടെ ആ ഒരു ഇത് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ അടുത്തായിട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് ഇവർ ഈ സ്ത്രീനെ ഒന്ന് ശരിക്കും നോക്കിയപ്പോഴത്തേക്കുമാണ് ഗൈസ് ഞെട്ടിയുന്ന ആ ഒരു രംഗം അവർ കണ്ടത്. കാരണം ഈ സ്ത്രീയുടെ കാലുകൾ നിലത്ത് മുട്ടിയിട്ടില്ലായിരുന്നു. അതും പോരാഞ്ഞിട്ട് ഇവർ കണ്ട വേറൊരു രംഗം എന്ന് പറയുന്നത്, അവരുടെ കാൽപാദം ഇരിക്കുന്നിടത്താണ് അവരുടെ ഫേസ് ഇരിക്കുന്നത്. അതായത് കാൽപാദം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, നേരെയാണെങ്കിൽ തല തിരിഞ്ഞിട്ടാണ് അവരുടെ ഫേസ് ഇരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് അവർ മുടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് അവർ കണ്ട ആ ഒരു രംഗം. ഇത് കണ്ടിട്ട് അവർ പെട്ടെന്ന് തന്നെ അടുത്തൊരു ലൈറ്റ് വെട്ടം കണ്ട ആ വീട്ടിലോട്ട് ഇവർ ചാടി കയറാൻ. ഈ മനയുടെ അടുത്തായിട്ടൊരു വീട് കണ്ടു. ആ വീട്ടിലോട്ട് ഇവർ ചാടി പെട്ടെന്ന് ആ വീട്ടിലോട്ട് അവർ കയറാൻ. അവിടെ പോയി ഇവർ തട്ടി വിളിച്ചിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ എണീറ്റു. അങ്ങനെ അവരോട് ചോദിച്ചപ്പോഴത്തേക്കാണ് അവരുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ആൻറ്റി പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ കണ്ട ആൻറ്റി, ഞാൻ ഇതുപോലെ ഒരു സ്ത്രീനെ കണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മോളെ അതിന് ഇനി ഈ പാതിരാത്രി എവിടെയാണ് പോകുന്നത് മോളെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാതിരാത്രിയായിരുന്നു. അവർ നേരം വെളുത്തു എന്ന് വിചാരിച്ചിട്ടാണ് ആ ടൈമിൽ അമേറ്റ് പോയത്. അങ്ങനെ അവരുടെ ആ വീട്ടിൽ ഇവരെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ അവസരം കൊടുത്തു. അപ്പോൾ ഈ ഒരു മനയുമായിട്ട് ചുറ്റപ്പറ്റി ഒരുപാട് രഹസ്യങ്ങളുണ്ട്. കാരണം ഈ മനയിൽ അതായത് വഴി തിരിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വഴിമാറ്റി വിടുക. അതായത് ഈ മനയിൽ കടന്നു പോകുന്ന ആൾക്കാരെ വഴി തെറ്റി അവരുടെ ഒരു കുളത്തിൽ കൊണ്ടിടുക എന്നാണ് ഇവിടുത്തെ ആ ഒരു യക്ഷിയുടെ പണി. അവിടെ ഇരിക്കുന്ന ഒരു യക്ഷിയുടെ കർമ്മമേ അത് തന്നെയാണ്. കാരണം മിക്ക ആൾക്കാരും, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് കുളത്തിൽ വീണ്ടും നീന്താൻ പറ്റാതെ, നീന്തലറിയാതെ മരണമടഞ്ഞവരുണ്ട് ഒരുപാട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വഴി തെറ്റിച്ച് വിടാമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുക, ലക്ഷ്യസ്ഥാനത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വഴി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കും. പക്ഷേ ഇവർ ചെയ്യുന്നത് എങ്ങോട്ടുമല്ല. ഇവർ ഈ പോകുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നേരെ ആ കുളത്തിൻ്റെ അവിടെ എത്തിക്കുക, ആ കുളത്തിൻ്റെ അകത്തിട്ട് കൊല്ലുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഥ എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കുറേ കഥകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.